വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതാണ് പേപ്പർ ബാഗ്. ഇതിനെ നമ്മൾ പേപ്പർ ബാഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ അതൊരു പ്രാക്ടിക്കൽ എക്സാം ആയിക്കോട്ടെ, ഡെമോൺസ്ട്രേഷൻ ആയിക്കോട്ടെ, റിട്ടേൺ ഡെമോൺസ്ട്രേഷൻ ആയിക്കോട്ടെ, ഒരു സ്കില്ല് കാണിക്കാനായിക്കോട്ടെ, എന്ത് പ്രൊസീജിയർ നമ്മൾ ചെയ്താലും നമ്മുടെ ട്രേക്കുള്ളിൽ മസ്റ്റായിട്ട് ഇങ്ങനെ ഒരു പേപ്പർ ബാഗ് കാണണം. അപ്പോൾ ഈ ഒരു പേപ്പർ ബാഗ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് വരുന്ന ചെറിയ പേപ്പർ വേസ്റ്റ്സ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ വേസ്റ്റ്, നമ്മൾ ഈ സ്വാബൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ്, ചെറിയ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇവയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലൊരു പേപ്പർ ബാഗിലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് കുട്ടികളൊക്കെ വന്ന് ചോദിക്കും, ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കി തരുമോ, വേഗം ഒന്ന് പേപ്പർ ബാഗ് ഉണ്ടാക്കി താന്ന്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല എങ്കിൽ നമ്മളിങ്ങനെ പോയി കിടന്ന് തെണ്ടണം, എനിക്ക് ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കി താടുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഒക്കെ ജോയിൻ ചെയ്യാനൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിലോ, ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളാണെങ്കിലോ, ഒരു മിനിമം ഒരു 20 പേപ്പർ ബാഗെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഒരു ഡെമോൺസ്ട്രേഷൻ്റെ ഇടയിൽ നമുക്കൊരു 2 പേപ്പർ ബാഗെങ്കിലും നമ്മുടെ കയ്യിൽ വേണം ഒരു എക്സാമിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുകയോ ടിയർ ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പേപ്പർ ബാഗിൻ്റെ രീതിയാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. Hello guys, welcome back to my channel. I'm Jayalakshmi and you're here in the rhythm of Jay. Please do like, share and subscribe. അപ്പോൾ നമുക്ക് പേപ്പർ ബാഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു വൈറ്റ് ഷീറ്റാണ്. ഇത് A4 സൈസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. A4 സൈസ് ഷീറ്റിൽ പേപ്പർ ബാഗ് ആട്ടോ. നമ്മൾ 4th ഇയർ ഒക്കെ ആകുമ്പോൾ കമ്മ്യൂണിറ്റിക്കൊക്കെ നമ്മളിങ്ങനെ ന്യൂസ് പേപ്പർ വെച്ച് പേപ്പർ ബാഗ് ഉണ്ടാക്കാറുണ്ട്. അതല്ലാതെ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളറ് എന്ന് പറയുന്നത് വൈറ്റ് ഷീറ്റാണ്. അപ്പോൾ വൈറ്റ് A4 ഷീറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും പേപ്പർ ബാഗ് യൂസ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ബുക്കിലെ പേപ്പറൊക്കെ വെച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഇങ്ങനെ പേപ്പർ ബാഗ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു A4 ഷീറ്റിൻ്റെ ലെങ്ത് കൂടിയ സ്ഥലം ഉണ്ടല്ലോ, ലെങ്ത് കൂടിയ സ്ഥലം അവിടെ നിന്ന് 2 വശത്തേക്കും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഫോൾഡ് ചെയ്യുക. ഒരു 2 സെൻറ്റിമീറ്റർ രീതിയിലൊക്കെ നിങ്ങൾ അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ ഒരു ഊഹം വെച്ചിട്ട് ഇതുപോലെ ഒരു 2 സൈഡും നമുക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത പോർഷൻ ഉള്ളിൽ വരുന്ന രീതിയിൽ തിരിച്ച് നമുക്ക് മടക്കാം. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒന്നും ഈ കറക്റ്റ് ആയിട്ടായില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വേസ്റ്റ് ഡിസ്പോസലിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മടങ്ങി എന്നും പറഞ്ഞു, അല്ലെങ്കിൽ ലെങ്ത് കറക്റ്റ് ആയില്ല എന്നും പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് 2 സൈഡും ഇതേപോലെ മടക്കാം. കുറച്ചും കൂടെ സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ പേപ്പർ ബാഗ് അങ്ങനെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്ത് നമുക്ക് വയ്ക്കാം. പക്ഷേ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എൻഡ് ഇതേപോലെ മടക്കിയിട്ടില്ലേ, ഇതിനകത്തേക്ക് ഞാൻ കയറ്റി വയ്ക്കും. ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇതങ്ങ് മാറിപ്പോവുക, നമ്മൾ പേപ്പർ ബാഗ് തുറക്കുകയെന്ന് ചെയ്യുമ്പം അതിൻ്റെ വേറൊരു പൊസിഷനിലൊന്നും ഇരിക്കത്തില്ല. കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ 2 സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഏത് സൈഡ് വേണമെങ്കിലും ആദ്യം ഫോൾഡ് ചെയ്യാം. ആ രണ്ടാമത് ഫോൾഡ് ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് മടക്കി ഇതിനുള്ളിലേക്കൊന്ന് കയറ്റി വയ്ക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പേപ്പർ ബാഗിൻ്റെ ഇത് കിട്ടുന്നത്. നമ്മൾ ഈ ഒരെണ്ണം ഈ ഒരു സൈസിൽ നമ്മൾ മടക്കിയിട്ട് ഈ 2ൻ്റെയും ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യുക. നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കുറേ കൂടെ ഈ അറ്റം തട്ടുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യണം കേട്ടോ, എന്നില്ലേ നമുക്ക് അത്രയും ഉള്ളു കിട്ടത്തുള്ളൂ. ഞാൻ ആദ്യം ചെയ്തതിൽ അത്രയും തട്ടിച്ചിട്ടില്ലായിരുന്നു. കുറേ കൂടെ ഈ എൻഡ് അറ്റത്ത് തട്ടുന്ന രീതിയിൽ ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റുക. ഇങ്ങനെ 2 വശവും ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒരു പേപ്പർ ബാഗ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, നമുക്കൊരു പേപ്പർ ബാഗ് കിട്ടിക്കഴിഞ്ഞ് 4 സൈഡും നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ
അത് കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെ ഇരിക്കും. അതെ, നമുക്ക് നല്ല ഒരു സ്ക്വയർ പേപ്പർ ബാഗ് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് ഇതിലായിരിക്കും നമ്മൾ വേസ്റ്റ് വരുന്ന എന്തും നമുക്ക് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അത് അതേപോലെ ഫോൾഡ് ചെയ്ത് ചുരുട്ടിയാണ് നമ്മൾ നമ്മുടെ ബാഗിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നത്. ഇതുപോലെ വയ്ക്കാം. ഇനി നമുക്കത് ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് എക്സാമിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ മടക്കി നമുക്ക് കൊണ്ടുപോകാം. ഇതേപോലെ മടക്കി നമുക്ക് നമ്മുടെ പോക്കറ്റ് ആർട്ടിക്കിൾസിൻ്റെ കൂടെയൊക്കെ വച്ചിരിക്കാം. നമ്മുടെ പ്രൊസീജിയർ ആകുമ്പോഴത്തേക്കും ഈ രണ്ട് സൈഡും ഓപ്പൺ ചെയ്ത് ഇതേപോലെ നമുക്കൊരു പേപ്പർ ബാഗാക്കി സൈഡിൽ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പേപ്പർ ബാഗ് ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി പഠിക്കാനൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു 10-20 പേപ്പർ ബാഗ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ ബൈ.